ഉൽപ്പത്തിയുടെ ഗ്രന്ഥം 48-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിക്കുന്നത് യാക്കോബ് ജോസഫിനെ അനുഗ്രഹിക്കുന്ന കാര്യമാണ്. അവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇന്ന് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഇടയനായിരുന്ന ദൈവം. ആദ്യമായിട്ടാണ് ദൈവത്തെ ഇടയൻ എന്ന് വിളിക്കുന്നത് യാക്കോബാണ്. യാക്കോബിൻ്റെ ജീവിതം നമുക്കറിയാം, എത്രമാത്രം ഏറ്റക്കുറച്ചുകളുള്ള ജീവിതമാണ്, ഒത്തിരിയേറെ കഷ്ടപ്പെട്ട ജീവിതമാണ്. ഈ ജീവിതാനുഭവത്തിൽ നിന്ന് യാക്കോബ് പറയുകയാണ്, കർത്താവിൻ്റെ ഇടയനാണ്, എന്നെ നയിക്കുന്നവൻ അവൻ മാത്രമാണ്. അതുതന്നെയാണ് സങ്കീർത്തനം 23-ാം അധ്യായം നമ്മളോട് പറയുന്നത്: കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് കർത്താവിൻ്റെ ഇടയനാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാൻ നമുക്ക് സാധിക്കണം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം കർത്താവിൻ്റെ കൂടെയുണ്ട്. ഈ വചനം, ഈ യാക്കോബിൻ്റെ ഈ ജോസഫിനെ അനുഗ്രഹിച്ച ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്: കർത്താവ് നമ്മളെ ഇടയനാണ്, ഇടയനായിട്ട് മാറേണ്ടതാണ് കർത്താവ്. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.